ഹായ് ഗായ്സ്, വെൽക്കം ടു ടെക്സോ മലയാളം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, നിങ്ങളുടെ കാണുമ്പോൾ തന്നെ അറിയാലോ ഗായ്സ്, ഇതിൻ്റെ പേരെന്നെ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്രയാണ് ഗായ്സ്. ഇത് 2019 ഇറങ്ങിയ ഒരു ഫോണാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ ഫോണിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു സാധാ പാവപ്പെട്ട കുടുംബത്തിലേന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഗൈസ്. ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ഫോണൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പ്രോസസ്സിങ്ങോ അത്യാവശ്യം ബെറ്റർ ക്യാമറയോ അത് ഇത്രയും നല്ല ഡിസ്പ്ലേ ഉള്ളൊരു ഫോണൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു 25-30 രൂപ ആ ഒരു ബഡ്ജറ്റൊക്കെ നോക്കുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ 30-35-40 ആ ഒരു റേഞ്ച്, 40 ഇതിപ്പോൾ 40 ആവും, ചിലപ്പോൾ 25 കിട്ടിയാലൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ, ഈ ഇരിക്കുന്ന ഫോൺ, ഈ ഫോൺ നമുക്ക് സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര 5G ആണ്. അപ്പോൾ ഇത് 2019 റിലീസായ ഫോണാണ്. ഇപ്പോഴും നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഗായ്സ്, നമുക്ക് ആൻഡ്രോയിഡ് 13 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ നോക്കിയോ ഗൈസ്, ഡിസ്പ്ലേ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഫസ്റ്റ് പറയുന്നതിന് മുന്നേ ഞാനിപ്പോൾ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബഡ്ജറ്റ് ഫോണൊക്കെ മേടിക്കുന്ന ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഫോൺ, സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഉപയോഗിച്ച ഫോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ യൂസ്ഡ് ആയിട്ടുള്ള ഫോൺ, പഴയ കാലത്തൊന്നും കേട്ടോ, 2019 ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണുകളായിരിക്കും ആ ഫോണുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു 20,000 രൂപയുടെ ഫോണൊക്കെ എടുത്താൽ അത്യാവശ്യം ഹാങ് ആവും. പിന്നെ എന്നാ പറയുന്നത്, വലിയ ക്യാമറയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. കൂടിപ്പോയ ഒരു എന്നാ പറയുന്നത്, കൂടിപ്പോയ പബ്ജി അത്യാവശ്യം നല്ല ഹീറ്റിങ്ങിൽ വലിയ ഫ്രെയിം റേറ്റിലൊന്നും കളിക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഒരു രീതിയിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഫോണായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ക്യാമറ ആണെങ്കിൽ 8K ഒന്നും കിട്ടത്തില്ല, 4K കിട്ടിയാലും അത് അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം 1 lakhൻ്റെ ഫോണുകളുടെ 4Kയും ഈ 20,000 രൂപയുടെ 4Kയും വലിയ ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് സാംസങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോട്ട് സീരീസിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഫോണാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. ഇതിനകത്ത് നമുക്ക് ഡുവൽ സിം ഇടാൻ പറ്റും, ഡുവൽ ആയിട്ടുള്ള ഈ സിം ഇടാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലൊരു മെമ്മറി കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്ന ഫോണുകൾക്കൊന്നും, സാംസങ്ങിൻ്റെ ഫോണുകൾക്കാണെങ്കിലും വലിയ രീതിയിൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ 6.8 ഇഞ്ചാണ് വരുന്നത്. ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് കാണിച്ചു തരാം ഗൈസ്. ഇത് നോക്കുന്നു, ക്വാഡ് HD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് ഗൈസ്. ക്വാഡ് HD ഡിസ്പ്ലേ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് 1080p മാറ്റാൻ പറ്റും, 720p നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് റിഫ്രഷ് റേറ്റ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. വേറെ ഏത് ഫോണിലാണ് കിട്ടും? ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും S24, S23 ആ ഫോണൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരും. ഇത് S23യുടെ ആ ഒരു സെയിം അത്യാവശ്യം ബെറ്ററാണ്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഇതിൻ്റെ അകത്ത് ഇതുവരെയായിട്ട് ഒരു ശകലം പോലും ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനും സാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഗെയിമിംഗ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് PUBG കളിക്കുന്നതാണ്. അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ GTA 5 അല്ല കേട്ടോ ഗൈസ്, GTA ചൈന ടൗൺ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എമുലേഷൻ ഗെയിംസാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കളിക്കുന്നത്. ഇപ്പം പഴയ കാലത്തെ റെട്രോ ഗെയിംസ്, പിന്നെ അതല്ലാണ്ട് PS2 ഒക്കെ അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഗെയിം, PSPയിൽ കളിക്കുന്ന ഗെയിമുകൾ, അതൊക്കെയാണ് ഞാനിപ്പോൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പം ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗെയിമിങ് ഇതിൻ്റെ അകത്ത് സ്ട്രീം ചെയ്യാനും വലിയ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് നോർമൽ യൂസേജിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് കിട്ടും. അല്ലാണ്ട് നമുക്ക് സാധാ ഒരു യൂസേജ്, ഒരു ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരോ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്നവരുടെയൊക്കെയാണ് ബാറ്ററി നല്ലപോലെ ഇറങ്ങിപ്പോകും. കാരണം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഉച്ചവരെയൊക്കെ കിട്ടുമായിരിക്കും മാക്സിമം. ഈ ക്യാമറ ഇങ്ങനെ 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ 8Kയിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആവും. 8Kയിലൊക്കെ ഇതിൻ്റെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അത് നമുക്ക് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് നമുക്ക് 1080pയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് 4K വരികയാണെങ്കിൽ ഇത് നോക്കി നിങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട, ഇതേ കണ്ട 8K 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. 4K നമുക്ക് 60, 24, 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ മിന്നുന്ന എന്നാ നിങ്ങളാരും നോക്കണ്ട കേട്ടോ ഗൈസ്, അതിനെന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് അതിൻ്റെ വലിയ യൂസും കാര്യങ്ങളൊന്നും ആർക്കറിയാം ഗൈസ്. അപ്പം അടുത്തത് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത് കാണിച്ചു തരാം ഗൈസ്. നമ്മളതിൻ്റെ അകത്ത് ഫോണിൻ്റെ ബോട്ട് എടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് One UI 5.1 ആണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നോട്ട് 20 അൾട്രയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ മെയിൻ ഡിവൈസാണ് ഗൈസ്. നോക്ക്, എൻ്റെ അത് എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്. വീഡിയോ ക്വാളിറ്റി, ഫോട്ടോ ക്വാളിറ്റി എല്ലാം തന്നെ അടിപൊളി ക്വാളിറ്റിയാണ്. നിങ്ങളൊരു സാധാ നോർമൽ ഫോൺ ഒരു 25,000 രൂപയ്ക്കൊക്കെ നിങ്ങൾ എടുക്കുന്നതിലും ഭേദം ഇതെടുക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചില റിവ്യൂവേഴ്സൊക്കെ പറയുമ്പോൾ ഓ മൈ ഗോഡ് 25,000 രൂപയുടെ ഫോണിൽ അതുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നില്ല. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒത്തിരി പഴയതായി കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിലും ഈ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെയൊക്കെ ഹാക്ക് ചെയ്യാൻ ആരാ വന്നേന്ന് എനിക്ക് അറിയാൻ മേല. എന്നാലും ഞാനും പറയുകയാണ് ഗൈസ്, ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മളിപ്പോൾ ഈ 2019 ഇറങ്ങിയ ഈ ഫോൺ അല്ലെ ആൻഡ്രോയിഡ് 8 വരെ ഇപ്പോഴും, അല്ല ആൻഡ്രോയിഡ് 7 പോട്ടെ, ആൻഡ്രോയിഡ് 7 വരെ ഇപ്പോഴും എല്ലാ ആപ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ എല്ലാ സാധനവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഇത് ആൻഡ്രോയിഡ് 13 ആണ് ഗൈസ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 14 കഴിഞ്ഞ് 15 ഇറങ്ങണേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അത്രയും വർഷം ആൻഡ്രോയിഡ് 8 എല്ലാ ആപ്പും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇത് അതിൽ കൂടുതൽ വർഷം സപ്പോർട്ട് ചെയ്യും ആൻഡ്രോയിഡിൽ. കാരണം ഏറ്റവും കൂടുതൽ പേര് ആൻഡ്രോയിഡാണ് ഈ ലോകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടും. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം നോക്കിയാൽ അറിയാം, ഇത് ഓൾറെഡി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു സാക്രിഫൈസോ കാര്യങ്ങളില്ല. കാണുമ്പോൾ തന്നെ അടിപൊളി ഫോണാണ് ഇത്. പിന്നെ അതല്ലാണ്ട് നമുക്കിത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഇതിൻ്റെ വോളിയം ബ്രോക്കർ അപ്പുറം ഇപ്പുറം, പിന്നെ ക്യാമറ ആണെങ്കിലും സോ ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഗൈസ്. ഇതിന് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മളൊരു കവർ യൂസ് ചെയ്യാണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ആക്സിഡൻഷ്യൽ ടച്ചൊക്കെ സംഭവിക്കും. അത് എനിക്ക് പലതവണ തലവേദന ആയതാണ്. പക്ഷേ എന്നാലും എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇഷ്ടം. പിന്നെ ഈ ഫോണിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത് 256 GB ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് 128-ൻ്റെയും വരുന്നുണ്ട്, 256, 512, 1 TB നമുക്ക് വരുന്നുണ്ട്. പക്ഷേ 1 TB ഒന്നും മേടിക്കാൻ നമ്മുടെ അടുത്ത് അത്രയും പൈസ ഒന്നും ഇല്ലായിരുന്നു മേടിച്ച സമയത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് സാംസങ് ഡെക്സ് വർക്ക് ആവുന്നുണ്ട്. അത് ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ആരാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മുടെ ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് അത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ലാപ്ടോപ്പ് ഉള്ളവർ എല്ലാവരും സാംസങ് ഡെക്സ് അങ്ങനെ വലിയ രീതിയിലൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് 5G ഫോണാണ്. 5G ഇറങ്ങിയിട്ടുള്ളൂ. ഇനി 6G എപ്പോഴേലും ഇറങ്ങുമായിരിക്കും. ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. 5Gയോ സ്റ്റേബിൾ അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, 5G ഓണാക്കി ഇടയ്ക്ക് കോള് കട്ടായി പോകും, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പം വലിയ കുഴപ്പം ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അതിൻ്റെ അതില്ല. പിന്നെ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. സിനിമയെ കാണാനും അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ്. എന്നും വെച്ച് നിങ്ങൾ iPhone 15 അല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിയ iPhone 12 വെച്ചൊക്കെ കമ്പയർ ചെയ്താൽ ഇതിൻ്റെ ബാസ് വരൽ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാനും എല്ലാം പറ്റും. പക്ഷേ ഐഫോണിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അതൊരു വേറെ ലെവൽ ഐഫോണിൻ്റെ ആണ്. പക്ഷേ ഞാൻ ഐഫോൺ പ്രാന്തനൊന്നുമല്ല. കാരണം എൻ്റെ ഇരിക്കുന്ന സാംസങ് ആണ്, മെയിൻ ഡിവൈസാണ് ഗൈസ്. 2 വർഷമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതേവരെയായിട്ട് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഡിസ്പ്ലേ ഒരു പ്രാവശ്യം ഞാൻ ദേഷ്യം വന്നപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചു. ഡിസ്പ്ലേ മാറ്റി 20,000 രൂപ പോയി, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേ ഞാൻ എറിഞ്ഞു പൊട്ടിച്ച് ഗായ്സ് അടുത്തത്. പക്ഷേ അത് ഞാൻ ഇനി മാറ്റാനുള്ള വലിയ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 4300 mAh ആണെന്ന് തോന്നുന്നു ഗൈസ്. നോട്ട് 20 അൾട്ര. ഓക്കെ. അപ്പോൾ ഞാനിതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറയാം. ഇതിൻ്റെ നോക്കിയിട്ടാണ് പറയുന്നത് ഗൈസ്. 6.9 ഇഞ്ച് 1440p ഡിസ്പ്ലേ ആണ് വരുന്നത്. 3088 പിക്സൽസ് ആണ് വരുന്നത്. നമുക്ക് ക്യാമറ 108 MB ക്യാമറ വരുന്നുണ്ട് ഗൈസ്. പിന്നെ 8 GB റാം, 12 GB റാമിൻ്റെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ 4500 mAh ആണ് ബാറ്ററി വരുന്നത്. ഈ ബാറ്ററി നമുക്ക് എന്തോരം ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പറയാം ഗൈസ്. 25 wattsൻ്റെ ചാർജിങ് ആണ് വരുന്നത്. നമുക്ക് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നത്. എൻ്റെ അനിയൻ്റെ ഐഫോണൊക്കെ ഞാൻ ഇതിന് മുന്നേ വെച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ നേരം എടുക്കും, എന്നാലും ചാർജ് അത്യാവശ്യം ഇറ്റ് വിൽ ഗെറ്റ് ദ ജോബ് ഡൺ. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് കളേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റിക് ബ്രോൺസ് വരുന്നുണ്ട്, മിസ്റ്റിക് ബ്ലാക്ക് വരുന്നുണ്ട്, മിസ്റ്റിക് വൈറ്റ് വരുന്നുണ്ട്. ഈ ബ്ലാക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഗൈസ്. പിന്നെ പിന്നെ ഇതിൻ്റെ അത് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല കേട്ടോ ഗൈസ്, നോക്കിക്കോട്ടോ. ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെ അത് ഏത് ഫ്ലാഗ്ഷിപ്പിലും ഇപ്പോൾ ഇല്ല. അപ്പം അത് കുഴപ്പമില്ല. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K 60 frames per second വരെ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഓർക്കണം ഗൈസ്. 4K 60
വേറെ ഏതെങ്കിലും ഇച്ചിരി നിങ്ങൾ നോക്കിയോ, വിവോയുടെ ഫോണുകൾ ഏറ്റവും കൂടിയ ഫോണാണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിയോ 4K 60 ഫ്രണ്ട് ക്യാമറയിൽ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം 120 ഹട്ട്സിൻ്റെ ക്വാഡ് HD ഡിസ്പ്ലേ ആണ് വരുന്നത്, ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം അടിപൊളി സംഭവം തന്നെയാണ് ഫോൺ. പിന്നെ ഫോണിൻ്റെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഗ്ലാസ് ബാക്കും ഈ സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിംസ് ആണ് വരുന്നത്, ഈ കാണുന്നൊക്കെ കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിംസ് ആണ് വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ ഫോണിൻ്റെ അകത്ത് പ്രത്യേകിച്ച്. പിന്നെ എക്സിനോസിൻ്റെ ചിപ്പാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് എന്നും വെച്ച് ഞാൻ വിചാരിച്ച ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. എല്ലാ റിവ്യൂവേഴ്സും പറഞ്ഞിട്ട് ഇപ്പോൾ തലയും കുത്തി മറിയും, ഇപ്പോൾ അതായത് മറ്റേതോ മറിച്ച ഗെയിമൊന്നും കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഹോണസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ല കേട്ടോ, ഹോണസ്റ്റ്ലി ആയിട്ടുള്ള ഇത് യൂസേജിൽ ഞാൻ അതിൻ്റെ അകത്ത് ഗെയിം പടപടെ ഇഷ്ടം പോലെ ഗെയിം കളിക്കേണ്ട ഗൈസ്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച് മടുത്ത് ഇതിൻ്റെ അകത്ത് ഗെയിംസൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് എക്സിനോസും നമ്മുടെ സ്നാപ്ഡ്രാഗണും തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ബാറ്ററി കുറച്ച് പെട്ടെന്ന് ഡ്രെയിൻ ആവും. പക്ഷേ എൻ്റെ അറിവിൽ ആ ബാറ്ററി അങ്ങനെ വലിയ രീതിയിലൊന്നും ഡ്രെയിൻ ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഇപ്പം ഞാൻ പറയാം, സ്നാപ്ഡ്രാഗണിലൊരു 15 മിനിറ്റ് കൂടുതൽ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ. ഈ സാധനത്തിൽ എക്സിനോസിൽ 15 മിനിറ്റ് മുന്നേ ഓഫായി പോകും. ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ഇഷ്ടംപോലെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതങ്ങ് 3 ബിഗ് ബോസിൻ്റെ വീഡിയോ ഇട്ടത് അവരെന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് എൻ്റെ അക്കൗണ്ട് കളഞ്ഞു. അതാണ് എൻ്റെ പ്രശ്നം. 40,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയത് പോട്ടെ. ഇതിൽ ഇനി കോപ്പറേറ്റ് ഒന്നും വരാണ്ടിരിക്കട്ടെ. അപ്പം ഇത് റിലീസ് ചെയ്ത് ഗൈസ് 2020 ഓഗസ്റ്റിലാട്ടോ റിലീസ് ചെയ്തത്. ഏകദേശം 4 വർഷമായി ഗൈസ്, 4 വർഷം. ഇതിപ്പോൾ 5ാമത്തെ വർഷമല്ലേ, 5 വർഷം ആവുന്നു ഗൈസ്, 5 വർഷം 4.25 വർഷം. ഓക്കെ, സോ ഇതിൻ്റെ എക്സിനോസിൻ്റെ 990 ചിപ്പാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്പൊക്കെയാണ് ഗൈസ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ എൻ്റെ ഫോണിൽ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ക്യാമറ ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയുടെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തേക്കണം, കാണിച്ചു തരാം ഗൈസ്. എവിടെ ഇതൊക്കെ നൈറ്റിൽ എടുത്താണ് വീഡിയോ കേട്ടോ ഗൈസ്. അപ്പം നൈറ്റിൽ എടുത്താണ് വീഡിയോ. ക്വാളിറ്റി നോക്ക് വെറും 4K 30യിലാണ് ചെയ്തത്. എന്നിട്ട് നോക്ക് ക്വാളിറ്റി നോക്ക്. അത്രയും ലൈറ്റ് മിന്നുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റ് മിന്നാത്ത വീഡിയോ വല്ലതും ഉണ്ടോ നോട്ടെ നൈറ്റത്തെ. അതെ, എൻ്റെ 2 കൂട്ടുകാരന്മാർ ഫുഡ് കഴിക്കുന്ന വീഡിയോ നോക്കിയോ, കണ്ടോ? അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നത്. ഇത്ര ഓൾഡ് ഫോണാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ ഐഫോണൊക്കെ സ്പീഡ് കുറയ്ക്കുക ചെയ്യണം, ഫോണിൻ്റെ സ്പീഡ് കുറയ്ക്കും, ക്യാമറയുടെ ക്വാളിറ്റി കുറയ്ക്കും, ക്യാമറ ഹാങ് ആവും. 4 വർഷം കഴിയുമ്പോൾ പുതിയ ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറയും. ഇവർക്ക് എന്തിൻ്റെ വട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് പുതിയ ഫീച്ചേഴ്സും നോക്ക് ഗായ്സ്, പുതിയ ഐക്കൺ നോക്ക്. ആ 1UI 7ൻ്റെ അകത്ത് വരുന്ന ഐക്കൺ ഗായ്സ്, 1UI 7ൽ വരുന്ന ഐക്കൺസ് വരെ ഇതിൻ്റെ അകത്ത് വന്ന് പുതിയ അപ്ഡേറ്റിൽ എനിക്കറിയാമല്ലോ. ഇവർ സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നു കഴിഞ്ഞിട്ടും പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ടേ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഒരു ഫോട്ടോ എടുത്ത് ഒന്നും നമ്മുടെ അടുത്തില്ല കേട്ടോ, അതൊക്കെ പിന്നെ ഇത് റീമാസ്റ്റർ പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് റീമാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇതുണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞ് വന്നേക്കണേ. ഇത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് നമുക്ക് എൻ്റെയിലും പുതിയൊന്നും അല്ല, എന്നാലും ഉള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തു, എന്നിട്ട് ഇറേസ് ചെയ്തു. അത്രയൊക്കെ ഒബ്ജക്റ്റ് ഇറേസർ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് 20 അൾട്ര എടുക്കണമെന്നുള്ളവർ മടിക്കാണ്ട് ഈ ഫോൺ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാധാ ഒരു 20,000 രൂപയുടെ സാംസങ് എടുത്താലും ഇപ്പോഴത്തെ പുതിയ സാംസങ് എടുത്താലും വലിയ ക്വാളിറ്റിയോ ഭയങ്കര സ്പീഡെന്നൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഫോണുകൾക്ക്. പക്ഷേ ഈ ഫോൺ നിങ്ങൾ 2020 ഇറങ്ങിയ ഫോൺ നിങ്ങൾക്ക് ആ ഒരു 25-30-35 ആ ഒരു റേഞ്ചിൽ ഈ ഫോൺ കിട്ടുമ്പോൾ നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർത്തായിരിക്കും ഗൈസ്. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് അയ്യോ എൻ്റെ അപ്ഡേറ്റ് പോയേ എന്നും പറഞ്ഞ് ഇരിക്കുന്നവരാണെ നോക്കണ്ട, അത് അവർ വേറെ ഫോൺ എടുക്കേണ്ടതായിരിക്കും. പക്ഷേ
ഇതിൻ്റെ അകത്ത് എല്ലാ ആപ്പും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്കാവുന്നുണ്ട്. ആൻഡ്രോയിഡ് 8-ൽ വർക്കാവും. ആൻഡ്രോയിഡ് 8.1, 8.7 വരെ ഇപ്പം വാട്സാപ്പ് എല്ലാ സാധനവും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം അത് എത്ര വർഷം മുന്നേ ഇറങ്ങിയത് ആൻഡ്രോയിഡ് 7, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് 13 ഈ ഫോൺ. ഇതിനി ഒരു 5-6 കൂടിപ്പോയി ഒരു 6 വർഷം ആരും ഉപയോഗിക്കത്തില്ല ഈ ഒരു ഫോണും. ആരും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഗൈസ്. അപ്പം ആരെങ്കിലും അത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഈ വര വരണ സംഭവമില്ല, സ്ക്രീനിൽ വര വരണേ, അത് ഇതിൻ്റെ അകത്ത് ഇല്ല. വന്നിട്ട് ഉള്ളവർക്കുണ്ട്, പക്ഷെ എന്നാലും റെയറാണ്. സോ ദിസ് ഈസ് എ പെർഫെക്റ്റ് ചോയ്സ് ഫോർ യു ഗൈസ്. ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്, ഇതേ ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് വേണത് എഴുതാം. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ സാംസങ് S25 അൾട്ര ഇല്ലേ ഗൈസ്, ആ അൾട്രക്കകത്ത് ഇല്ലാത്ത ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഈ സാധനത്തിൽ നെക്കി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെ ഓപ്പൺ ചെയ്യട്ടെ, ക്യാമറ ഓപ്പൺ ചെയ്യണേ. എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ഞാനിത് ഉപയോഗിച്ചിട്ട് ഒത്തിരി വർഷമായി ഗൈസ്. ക്യാമറ ഓപ്പൺ ആവും ഗൈസ്, കാണ്ട് ഓപ്പൺ ഓപ്ഷൻ. സോറി ഗൈസ്, അപ്പം ഞാൻ അത് ഇനേബിൾ ചെയ്തിട്ടില്ല. പക്ഷേ നോക്കിയോ, ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ എവിടെ എൻ്റെ ഫ്രണ്ട് ക്യാമറ കറങ്ങടാ. ഗൈസ് ഇത് എന്ത് ഫോട്ടോ എടുക്കുക, കണ്ട ഇതിലാണ് നിൽക്കിയത്. ഇതിൽ ഇവിടെ നിൽക്കിയിട്ട് കണ്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതൊക്കെ ഏത് ഫോണിലുണ്ട്. ഇപ്പം ഇറങ്ങണ നമ്മുടെ സാംസങ്ങിൻ്റെ S25 ഈ സാധനം. അടുത്തൊരു സാധനം കാണിച്ചത്, ഇതിലിങ്ങനെ നിൽക്കിയിട്ട് ആ സൗണ്ട് കേൾക്കാവോന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെയാണ് മൈക്കെന്ന് എനിക്കറിയാമല്ലോ, എവിടെയെങ്കിലുമൊക്കെ കുത്താം. കേട്ടാ. അപ്പോൾ ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടുള്ള ഫോണുകൾ എടുക്കുക. പഴയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അധികം കാശില്ലാത്തൊരു 1 ലക്ഷം രൂപയുടെ ഫോണൊന്നും വാങ്ങിക്കാനില്ല, പക്ഷേ കയ്യിൽ 30-40 രൂപ കയ്യിലുണ്ടെങ്കിൽ ഇതെടുക്കുക. അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇഷ്ടംപോലെ പഴയത് ഇറങ്ങിയതുകൊണ്ട് ആ പഴയ ഫോണുകൾ എടുത്തു എന്ന് വെച്ച് തലയൊന്നും പോകത്തൊന്നുമില്ല. ആരും പേടിക്കണ്ട, എടുത്തോ, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്നായിരിക്കും ബാക്കി റിവ്യൂറൊക്കെ. ഇനി ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ട അറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറയാമല്ലോ, സോഫ്റ്റ്വെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആവലാതി ഒന്നും പിടിക്കണ്ട. ഇനിയിപ്പം അംബാനി വല്ലതും ആണെന്നുണ്ടെങ്കിൽ വല്ലതും അത്യാവശ്യം ഹൈ സെക്യൂരിറ്റി ഉള്ള ഫോണൊക്കെ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത്രയും പാവപ്പെട്ട വീട്, നമ്മൾ ആരറിയും? നിന്നെ അറിയും, എന്നെ അറിയത്തില്ല ആർക്കും. ഇനിയിപ്പോൾ അറിയുമായിരിക്കും, ആർക്കറിയാം, എപ്പോഴേലൊക്കെ അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ സെക്യൂരിറ്റി ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ആരും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല ഗൈസ്. ഇത് ഇപ്പോഴും ആൻഡ്രോയിഡ് 7 ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ്രോയിഡ് 6 ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അവരുടെയൊക്കെ ഇന്നവരെ വല്ലതും പറ്റിയിട്ടുണ്ടോ? അതും എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിച്ചാലേ ഉള്ളൂ പ്രശ്നങ്ങൾ. ഇതങ്ങനെ വലിയ ഇഷ്യൂസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞിറക്കിയേക്കുക. അപ്പം നിങ്ങൾ ഫോൺ ഇറക്കുക ഗൈസ്. എടുക്കുമ്പം സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര ഇപ്പോഴും എടുക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. S25 അപേക്ഷിച്ച് അത് ബെറ്ററാണ്. ആ ഫോൺ ബെറ്ററാണ്, ക്യാമറയൊക്കെ ഇച്ചിരി അടിപൊളിയാണ്. പക്ഷെ എന്നാലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഗൈസ്. അവിടെയാണെങ്കിലും ചെറിയ ഡിഫറൻസ്, ഇവിടെയാണെങ്കിൽ ചെറിയ ഡിഫറൻസ്. ഇപ്പോഴത്തെ ക്യാമറയുടെ ഇപ്പോൾ ഫോണിൻ്റെ സിസ്റ്റമൊക്കെ മാക്സിമം ആയി. എന്ന് വെച്ചാൽ ക്യാമറയൊക്കെ മാക്സിമം ആയി. അത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റണില്ല ഒരുത്തനും. നിങ്ങളിപ്പോൾ തന്നെ നോക്കിയാൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ഫോണിന് ഉണ്ടാക്കാനായിട്ട് ഒന്നും ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരതിൻ്റെ അകത്ത് AI കയറ്റിയിട്ട് AIയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്നും പറഞ്ഞാണ് ഇപ്പോൾ നടത്തുന്നത്. നിങ്ങളെപ്പോഴും ഇപ്പം എന്തെങ്കിലും എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. അപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഫോണുകളൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം പഴയ ഫ്ലാഗ്ഷിപ്പ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 2025 ഒരു 2028 ആകുമ്പോഴത്തേക്കും സാംസങ് ഗാലക്സി S24 റേറ്റ് കുറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ആ S24 ആ ടൈമിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ബെറ്റർ ചോയ്സാണ്. 2025 ഇതൊരു ബെറ്റർ ചോയ്സാണ് ഗൈസ്. ഞാനിപ്പോൾ മെയിൻ ഡിവൈസായിട്ട് യൂസ് ചെയ്യണത്, ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ സാധനം ഞാൻ ഒരാൾക്ക് വിറ്റു, വേറൊരു ഫോണുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ വിറ്റു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പം പറ്റണില്ല. കാരണം ഡിസ്പ്ലേ എല്ലാ ഫോണിൻ്റെ വ്യത്യാസമുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ
ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഫോൺ നിങ്ങൾ യൂസ് ചെയ്തില്ല, വേറൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അത്രയും അടിപൊളി ഡിസ്പ്ലേ ആണ് ഗൈസ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ല പറഞ്ഞത്. സാംസങ് ഗാലക്സി S22, S23, S24, S25 എല്ലാത്തിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. നോട്ട് 8, നോട്ട് 9 അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ അടിപൊളിയാണ്. നിങ്ങൾ ആ നോട്ട് 8 എന്ന് പറയുന്ന പഴയ ഫോണിൽ അതും ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. നോട്ട് 9 എന്ന് പറയുന്ന ഫോണുകളുണ്ട്, അതും ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് 10 എന്ന് പറയുന്ന ഫോണുണ്ട്, അതും ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് 10 പ്ലസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ബെറ്റർ അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നാൾ ഇതും പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? അപ്പം നിങ്ങൾ നോക്കുക ഗൈസ്. താങ്ക് യു. ബൈ.